ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു എ ചാനൽ. അപ്പോൾ ഇന്ന് ആദ്യത്തെ റെസിപ്പി വാങ്കിബാത്തിൻ്റെ റെസിപ്പിയാണ്. വാങ്കിബാത്ത് എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ബ്രിഞ്ചോൾ റൈസ് ആണ് കേട്ടോ. ഇതൊരു കർണാടക സ്പെഷ്യലാണ്. അപ്പോൾ ആദ്യം തന്നെ വാങ്കിബാത്ത് മസാല പൗഡർ ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് ഈ മസാല കടകളിൽ വാങ്ങിക്കാനും കിട്ടും കേട്ടോ, റെഡിമെയ്ഡായിട്ട്. അതില്ലാന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. അതുകൊണ്ട് ഞാൻ വീട്ടിലുണ്ടാക്കി കാണിക്കുന്നത് മാത്രം. ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും എടുത്തിട്ട് കുറച്ച് മാത്രം എണ്ണ ഒഴിച്ച് ഇതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. വറുത്തെടുക്കുന്ന വെച്ചാൽ ഒന്ന് മൂപ്പിച്ചെടുക്കണം. തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ കടലപ്പരിപ്പ് ഉഴുന്നുപരിപ്പൊക്കെ ഒരു 75% ആകുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. കാരണം ഇതിനകത്ത് ഇനിയും വേറെ ഒരുപാട് ഐറ്റംസ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരുമിച്ചും വറുത്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കടലപ്പരിപ്പിൻ്റെ ഉഴുന്നുപരിപ്പിൻ്റെ ഒക്കെ നല്ല മണം വരാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റും സ്മെല്ലും ഉണ്ടാവും. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. ഫ്ലെയിം ഒട്ടും കൂട്ടാൻ പാടില്ല കേട്ടോ. ത്രൂ ഔട്ട് നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 3-4 കഷ്ണം പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ഏലക്ക, ഒരു 5 പീസ് ഗ്രാമ്പു, പിന്നെ ഒരു മേസ്, അതായത് ജാതിപത്രിയിൽ അതൊരെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. 1 മിനിറ്റ് 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. നമുക്കിതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് മനസ്സിലാവും, ഓക്കെ മൂത്ത് വരുന്നുണ്ടെന്നുള്ളത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ എക്സാക്ട് ടൈം ഞാൻ പറയുന്നില്ല, എന്നാലും 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. ഞാനിവിടെ പച്ചത്തേങ്ങയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഉണക്ക തേങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മതിയാവും, അതാണ് ഏറ്റവും നല്ലത്. അതേപോലെ ഈ മസാല ഒരുപാട് ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാനാണെന്നുണ്ടെങ്കിൽ തേങ്ങ ചേർക്കേണ്ട കേട്ടോ, മോശമായി പോവേ. തേങ്ങ നമുക്ക് ലാസ്റ്റിൽ ചോറിൽ ചേർത്ത് കൊടുത്താലും മതിയാവും. അതിൻ്റെ കൂടെ ഞാനിവിടെ ഒരു 10-15 മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, വറ്റൽ മുളക്. നിങ്ങളുടെ കയ്യിൽ എരിവല്ലാതെ കളറിന് വേണ്ടിയിട്ട് ചേർക്കുന്ന മുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കൂടുതൽ. എന്നിട്ട് എരിവിൻ്റെ മുളക് ഒരു 5-6 ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഇത്രയും മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ഏറ്റവും ലാസ്റ്റിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം കുറച്ച് കസ്കസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഉണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. നമ്മൾ ഫ്ലെയിം ഓൾറെഡി ഓഫ് ചെയ്തു. ഇനി ഒന്നും ചെയ്യാനില്ല, ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ വീട്ടിലുണ്ടാക്കിയ മസാല ആകുമ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും, നല്ല മണമായിരിക്കും ഫ്രഷ് മസാല ആകുമ്പോൾ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തേങ്ങ വേണമെങ്കിൽ ചേർത്താൽ മതി. അത് നിങ്ങൾ ഇൻ കേസ് അത് കുറേ ദിവസം വെക്കുന്നുണ്ട് മസാല എന്നുണ്ടെങ്കിൽ തേങ്ങ ഒട്ടും ചേർക്കരുത്. ലാസ്റ്റിൽ ചോറിൻ്റെ കൂടെ ചേർത്താൽ മതി കേട്ടോ. ഇപ്പം അങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്, നല്ല നൈസായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കളറിന് വേണ്ടിയിട്ടുള്ള മുളക് ചേർക്കാത്തതുകൊണ്ട് ഈ ഒരു കളറാണ് കിട്ടുന്നത്. പക്ഷേ ഞാൻ കാശ്മീരി റെഡ് ചില്ലി പൗഡർ പിന്നെ ചേർക്കുന്നുണ്ട്, ചോറിനകത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് റൈസ് ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് പാൻ ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു. നിങ്ങൾ എണ്ണ കുറച്ച് അധികം ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂട്ടും. പക്ഷേ ഞാനിവിടെ ആവശ്യത്തിന് മാത്രമേ എണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് എണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ കടലപ്പരിപ്പ് ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുത്തു. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ജീരകം ചേർത്ത് കൊടുത്തു, നല്ല ജീരകം ഇല്ലേ, അതും കൂടി ഇട്ടതിന് ശേഷം അതൊന്ന് മൂത്ത് വരുമ്പം വറ്റൽമുളക്, കരിവേപ്പില ഇത്രയും ചേർത്ത് ഇനി ഇതിലോട്ട് കുറച്ച് മാത്രം കായപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ പച്ചക്കപ്പല ഉണ്ടില്ലേ, അതും കൂടി ചേർത്തതിന് ശേഷം ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്തു. ഇത് ഫ്രഷ് ഗ്രീൻ പീസ് ആണ്. ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, അത് കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്. ഇതിപ്പം സീസണാണ് ഉള്ളതുകൊണ്ട് നമ്മൾ ചേർത്തുന്നേ ഉള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചേർത്തേക്കുന്ന പച്ചക്കപ്പലിൻ്റെയൊക്കെ നല്ലതുപോലെ മൂത്ത് വരുന്നവരെ ഒന്ന് ചൂടാക്കി എടുക്കണം. അത് കഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വഴുതനങ്ങയാണ്. ഞാനിവിടെ പച്ച വഴുതനങ്ങയാണ് എടുത്തേക്കുന്നത്. ഇത് അധികം കുരുവൊന്നും ഇല്ലാത്ത ഭയങ്കര മൂക്കാത്ത പച്ച വഴുതനങ്ങയാണ്. നിങ്ങളുടെ കയ്യിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേർപ്പിൾ കളറേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ മൂക്കാത്തത് വേണം എടുക്കാനായിട്ട്. പക്ഷേ നല്ല കുരു ഉള്ളതാണെങ്കിൽ എടുക്കുകയും ചെയ്യരുത്, കൊള്ളൂല്ല. കടിക്കുന്ന സമയത്ത് കുരു കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒട്ടും കൊള്ളില്ല. അപ്പോൾ അതുകൊണ്ട് മൂക്കാത്ത വഴുതനങ്ങ വേണം എടുക്കാനായിട്ട്. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ താഴെ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ വഴുതനങ്ങ അടച്ചോ അടയ്ക്കാതെയോ വേവിച്ചെടുക്കാം. അടച്ചു വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. പക്ഷേ ഞാനിവിടെ തുറന്ന് വെച്ചിട്ട് തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. കാരണം വഴുതനങ്ങ അധികം വേവൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഏകദേശം ഒരു 70% വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു ചെറിയൊരു കഷ്ണം പുളി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതൊന്ന് പിഴിഞ്ഞെടുത്താൽ മതി. അധികം വേണ്ട, കുറച്ച് മാത്രം പുളിവെള്ളം മതിയേ. അതും കൂടി ചേർത്തു ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എല്ലാം നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സോനാ മസൂരി റൈസാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബസ്മതി റൈസും യൂസ് ചെയ്യാൻ, കുഴപ്പമൊന്നുമില്ല. പിന്നെ അന്ന് തന്നെ ഉണ്ടാക്കിയ റൈസ് വേണമെന്നൊന്നും ഇല്ല കേട്ടോ. തലേദിവസത്തെ റൈസൊക്കെ ആയാലും ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അതുപോലെ തലേദിവസത്തെ റൈസ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാവേ. അത് കഴിഞ്ഞ് ഞാൻ ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ മസാല പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തു. ഏറ്റവും ലാസ്റ്റിലായിട്ട് കുറച്ച് ഉപ്പും പിന്നെ 1 ടീസ്പൂൺ നെയ്യും ചേർത്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. അടച്ചു വെച്ച് 1 മിനിറ്റോ അല്ലെങ്കിൽ ഒന്ന് ചൂട് തട്ടുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. ഒരുപാട് സമയമായിട്ടങ്ങ് ഇളക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1 മിനിറ്റ് കഴിഞ്ഞ് എല്ലാം നല്ലതുപോലെ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കർണാടക സ്പെഷ്യൽ
സ്പെഷ്യൽ വാങ്ങിബാത്ത് റെഡിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അടിപൊളി ടേസ്റ്റാണ്. ഇനി അടുത്തത് മഷ്റൂം ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഇത് ജിജുവേട്ടൻ്റെ മോളുടെയൊക്കെ ഫേവറേറ്റ് ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് പാൻ ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 പച്ചമുളകും ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുകയാണെങ്കിൽ ഉള്ളി പെട്ടെന്ന് വഴണ്ട് കിട്ടിക്കോളും. അപ്പോൾ ആദ്യം അടച്ചു വെച്ചൊന്ന് വേവിക്കുന്നുണ്ട്, അപ്പോൾ പെട്ടെന്ന് ഉള്ളി വെന്ത് കിട്ടിക്കോളും. അത് കഴിഞ്ഞ് തുറന്ന് വെച്ചിട്ടൊന്ന് വഴറ്റി കൊടുത്തുകൊണ്ട് ഇതാൽ മതി കേട്ടോ. പെട്ടെന്ന് ഉള്ളിയുടെ കളറൊക്കെ മാറി വരും. ഉള്ളിയുടെ കളർ ഒന്ന് ചെറുതായിട്ട് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഒരു 1/2 ടീസ്പൂൺ പേസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ കേട്ടോ, 1/2 ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നമ്മൾ ചേർത്തേക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. പേസ്റ്റിന്റെ ഒക്കെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കാശ്മീർ റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏകദേശം 1.5 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 തൊട്ട് 2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പൊടികളുടെ പച്ചമണം മാറുന്നവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞ് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 തക്കാളിയാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ തക്കാളി ചേർത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കും. പിന്നെ അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. ഒരുപാട് സമയമൊന്നും വേവേണ്ട ആവശ്യമില്ല. തക്കാളി ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മാത്രം മതി. കാരണം നമ്മൾ മഷ്റൂം ചേർത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മാത്രം മതി കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം ഒന്ന് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് മഷ്റൂം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഹോൾ പാക്കറ്റ് ഒരു പാക്കറ്റ് മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. ഞാനത് നേരത്തെ തന്നെ ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാനിത് കട്ട് ചെയ്തേക്കുന്നത് ചെറിയ മഷ്റൂം ആണെങ്കിൽ 2ആയിട്ടും വലിയൊരു മഷ്റൂം ആണെന്നുണ്ടെങ്കിൽ 4ആയിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് വെന്ത് വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല കേട്ടോ, കാണാനേ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. എന്നാലേ വെന്ത് വരുമ്പോൾ കുറച്ചെങ്കിലും മഷ്റൂം ഉണ്ടെന്ന് തോന്നിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മഷ്റൂം ചേർത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ മഷ്റൂമിൽ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ഒന്നും ചേർക്കരുത്. ഈ സമയത്ത് ഒട്ടും ചേർക്കണ്ട കേട്ടോ. വേണമെങ്കിൽ മാത്രം വെള്ളം ചേർത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം ചേർത്താൽ മതി കേട്ടോ. പിന്നെ മഷ്റൂമിന് അധികം വേവൊന്നുമില്ല, ഒരു 1-2 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് വരും. ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്, വെള്ളമെല്ലാം ഓൾമോസ്റ്റ് വറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നില്ല ഇതിന് വെള്ളം വേണമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളം ചേർത്തിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. വെള്ളം ഒഴിക്കുകയൊന്നും ചെയ്തേക്കല്ലേ, ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇപ്പം ഞാൻ ഇടിയപ്പം എടുത്തിട്ടുണ്ട്. ഇതൊരു 7-8 ഇടിയപ്പം കണ്ടുണ്ട്. അത് കൈ കൊണ്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്. ഇനി ഇത് നമ്മൾ മസാലയ്ക്കകത്ത് ചേർത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് പൊടിച്ചെടുക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫുൾ പൊടിയായിട്ട് കിട്ടണമെന്നൊന്നുമില്ല. ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ ആ ന്യൂഡിൽസ് ഒന്ന് മാറ്റിയെടുത്താൽ മാത്രം മതി. അതൊന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എല്ലാം നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഇപ്പം ഞാൻ കാണിക്കുന്നില്ല, അതുപോലെ ഒന്ന് ചിക്കി എടുക്കണം കേട്ടോ. എന്നാലേ പൊടിയായിട്ട് വരത്തുള്ളൂ. അതാകുമ്പം മസാലയുടെ കൂടെ എന്താ പറയുക, ഈസി ആയിട്ട് ബ്ലെൻഡാക്കി കിട്ടിക്കോളുകയും ചെയ്യും കേട്ടോ. ഇങ്ങനെ പൊടിയാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം മസാലയൊക്കെ പിടിക്കുകയും ചെയ്യും. ഇതിപ്പോൾ എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇനി ഇതൊന്ന് അടച്ച് വെച്ച് 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇടിയപ്പം വെന്തതാണ്, അപ്പോൾ അതുകൊണ്ട് അധികം വേവേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഒന്ന് ചൂട് കയറണമല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ. പിന്നെ ഉപ്പ് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഇടിയപ്പത്തിൽ ഓൾറെഡി ഉപ്പുണ്ട്, അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. എന്നിട്ട് ഏറ്റവും ലാസ്റ്റിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മഷ്റൂം ഇടിയപ്പം റെഡിയാണ് കേട്ടോ. ഞാൻ ഒരുപാട് വെറൈറ്റി ഇടിയപ്പം കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇതിനു മുമ്പ്. പക്ഷേ ഇത് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ഞങ്ങളുടെ വീട്ടിൽ. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇനി അടുത്തത് സ്പ്രിംഗ് ഓണിയൻ പക്കോടയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 5-6 തണ്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. ചെറിയൊരു പോർഷനെ ഉണ്ടാക്കി എടുക്കുന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ട് 5-6 തണ്ടേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു 1/2 ഉള്ളി എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന ചേർത്ത് കൊടുത്തു. ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന ചേർത്ത് കൊടുത്തു. 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ 4 ടേബിൾ സ്പൂൺ കടലമാവും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ കാശ്മീർ റെഡ് ചില്ലി പൗഡറും കുറച്ച് മാത്രം കായം, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ആദ്യം. അത് കഴിഞ്ഞ് വെള്ളം എത്ര വേണമെന്ന് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് അങ്ങ് ചേർക്കണ്ട കേട്ടോ, കാരണം വെള്ളം പോലെ ആയി പോകും. അപ്പോൾ നോക്കിയിട്ട് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമുക്കറിയാൻ പറ്റുമല്ലോ പക്കോട റെസിപ്പി ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. എന്നാലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പക്കോട റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇതങ്ങനെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് എണ്ണ ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് ഓരോ ചെറിയ പീസസ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും, കടിക്കാൻ അതാണ് സുഖവും, നല്ല ടേസ്റ്റും ആയിരിക്കും. അങ്ങനെ എല്ലാം ചേർത്ത് കൊടുത്തു. എന്നിട്ട് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്ത് സാധാരണ നമ്മൾ എങ്ങനെയാണ് പൊരിക്കുന്നത് അതുപോലെ ഒന്ന് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ പക്കോട റെഡിയാണ് കേട്ടോ. ഒട്ടും പ്ലാൻ ചെയ്യാതെ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാ റെസിപ്പീസും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.